ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നു. കേരളത്തിൽ വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് മികച്ച പ്രതികരണം. കോഴിക്കോട് നടക്കുന്ന യാത്രയിൽ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനം നാളെ ചെന്നൈയിൽ നിർവഹിക്കും. രാജ്യത്തെ വ്യോമയാന മേഖല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതായും ലോകത്തെ 5ാമത്തെ വലിയ സിവിൽ വ്യോമയാന വിപണിയായി ഇന്ത്യ മാറിയതായും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഗുണഭോക്താക്കളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നു. കേന്ദ്ര പദ്ധതികളുടെ ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി പരിപാടിയിൽ പങ്കുചേരുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാർ, MPമാർ, MLAമാർ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ നവംബർ 15-നാണ് കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി വികസിത് സങ്കല്പ യാത്രയ്ക്ക് രാജ്യത്ത് തുടക്കമായത്. ആദിവാസി മേഖലകളിലും ഗ്രാമീണ നഗരമേഖലകളിലും എത്തിച്ചേർന്ന് പദ്ധതികൾ അർഹരായവരിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് ജനശ്രദ്ധ ആകർഷിച്ച് മുന്നേറുന്നു. യാത്രയുടെ ഭാഗമായി കോഴിക്കോട് പുതിയാപ്പയിൽ നടന്ന പൊതുസമ്മേളനം മുൻ കേന്ദ്രമന്ത്രിയും MPയുമായ പ്രകാശ് ജാവ്ദേക്കർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് ശ്രീ ജാവ്ദേക്കർ ചടങ്ങിൽ പറഞ്ഞു. കേരളത്തിൽ 2.5 ലക്ഷം പേർക്ക് PM ഉജ്ജ്വൽ യോജനയുടെ ആനുകൂല്യം ലഭിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈകുന്നേരം ഈസ്റ്റ് ഹിൽ ജംഗ്ഷന് സമീപം നടക്കുന്ന പരിപാടിയിലും ശ്രീ ജാവ്ദേക്കർ പങ്കെടുക്കും. തിരുവനന്തപുരം ജില്ലയിൽ 26 സ്ഥലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിയ വികസിത് ഭാരത് സങ്കല്പ യാത്ര പാപ്പനംകോട്, മണക്കാട് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. കോട്ടയം ജില്ലയിലെ നഗരമേഖലയിലെ പര്യടനം കോട്ടയം നഗരസഭയിൽ തുടരുകയാണ്. രാവിലെ 10:30 ചിങ്ങവനത്തെത്തിയ യാത്ര ഉച്ചകഴിഞ്ഞ് നാട്ടകത്ത് പര്യടനം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. മഹാരാഷ്ട്രയിൽ 2000 കോടി രൂപയുടെ 8 അമൃത് പദ്ധതികളുടെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. PMAY അർബനിലൂടെ സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ 90,000-ലധികം വീടുകൾ പ്രധാനമന്ത്രി ഗുണഭോക്താക്കൾക്ക് സമർപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിൽ ബോയിംഗ് ഇന്ത്യ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ബോയിംഗ് സുകന്യ പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഇന്ത്യൻ വ്യോമയാന മേഖലയിലേക്ക് കൂടുതൽ വനിതകളുടെ പ്രവേശനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ബോയിംഗ് സുകന്യയിലൂടെ ലക്ഷ്യമിടുന്നത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ വൈകുന്നേരം ചെന്നൈയിൽ നിർവഹിക്കും. ഈ മാസം 19 മുതൽ 31 വരെ ചെന്നൈ, കോയമ്പത്തൂർ, മധുര, ട്രിച്ചി എന്നിവിടങ്ങളിലായാണ് ഗെയിംസ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ രാജ്യത്തെ വ്യോമയാന മേഖല മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ലോകത്തെ 5ാമത്തെ വലിയ സിവിൽ വ്യോമയാന വിപണിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ വിങ്സ് ഇന്ത്യ 2024ന്റെ ഉദ്ഘാടനം ഹൈദരാബാദിലെ ബേഗംപേട്ട് വിമാനത്താവളത്തിൽ നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണം നിലവിലെ 149-ൽ നിന്ന് 2030ഓടെ 200-ആയി ഉയരുമെന്നും അദ്ദേഹം അറിയിച്ചു. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഫിക്കി, വ്യോമയാന മന്ത്രാലയം എന്നിവ സംയുക്തമായി ചേർന്നാണ് വിങ്സ് ഇന്ത്യ 2024 സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാമ്പ് ബിൽ 2023ന്റെ കരട് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ അഭിപ്രായം ആരാഞ്ഞു. സ്റ്റാമ്പ് ഡ്യൂട്ടി പരിഷ്കരണം ലക്ഷ്യമിടുന്ന ബില്ലിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ 30 ദിവസത്തെ സമയമാണുള്ളത്. 1899ലെ സ്റ്റാമ്പ് നിയമത്തിന് പകരമാണ് ധനമന്ത്രാലയം പുതിയ ബില്ല് കൊണ്ടുവരുന്നത്. അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്മരണിക സ്റ്റാമ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി. ഭഗവാൻ ശ്രീരാമനുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും പുറത്തിറങ്ങിയിട്ടുള്ള സ്റ്റാമ്പുകളുടെ പുസ്തകവും അദ്ദേഹം പ്രകാശനം ചെയ്തു. ശ്രീരാമക്ഷേത്രം, സൂര്യൻ, സരയൂ നദി, ക്ഷേത്രത്തിനകത്തും ചുറ്റുപാടുമുള്ള ശില്പങ്ങൾ എന്നിവയാണ് സ്റ്റാമ്പുകളിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
ഇന്ത്യയുടെ അസാമാന്യമായ വിജയഗാഥയെ അന്താരാഷ്ട്ര വേദിയിൽ പ്രകീർത്തിച്ച് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ലോക സാമ്പത്തിക ഫോറം വാർഷിക സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളും പദ്ധതികളും ഇന്ത്യൻ ജനതയിൽ ക്രിയാത്മക സ്വാധീനം ചെലുത്തുന്നതായി ആന്റണി ബ്ലിങ്കൻ അഭിപ്രായപ്പെട്ടത്. ശ്രീ നരേന്ദ്രമോദിയും യു.എസ്. പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ ശക്തമായ അടുപ്പമാണുള്ളതെന്നും ഇന്ത്യ യു.എസ്. ബന്ധം ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതാക്കൾ നിരന്തരം ചർച്ച ചെയ്യാറുണ്ടെന്നും യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. പാകിസ്ഥാനിൽ ഇറാൻ നടത്തിയ വ്യോമാക്രമണം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളാണ് നിലപാട് വ്യക്തമാക്കിയത്. ഭീകരതയോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും സ്വയം പ്രതിരോധിക്കാനായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ ഇന്ത്യ മനസ്സിലാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മുംബൈ വിമാനത്താവളത്തിൽ യാത്രക്കാർ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായ സംഭവത്തിൽ ഇൻഡിഗോ എയർലൈൻസിന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി 1,20,00,000 രൂപ പിഴ ചുമത്തി. മുംബൈയിലെ CSMI എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവമാണ് നടപടിക്ക് ആധാരമായത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും 60 ലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. വീഡിയോ വൈറലായതിനെ തുടർന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം ഇൻഡിഗോ എയർലൈൻസിനും മുംബൈ എയർപോർട്ടിനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ദേശീയ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കി പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി. ഇത് സംബന്ധിച്ച പുതുക്കിയ പോയിന്റ് ഓഫ് പ്രസൻസ് വിജ്ഞാപനം PFRDA പുറപ്പെടുവിച്ചു. ഇത് പ്രകാരം ബാങ്കുകൾക്കും നോൺ ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കും NPS-ലേക്ക് ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനുള്ള POP ആയി പ്രവർത്തിക്കാം. എക്സൈസ് നയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകി. 4ാം തവണയാണ് ഇതിനായി ED കെജ്രിവാളിന് സമൻസ് അയക്കുന്നത്. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. കൊടും തണുപ്പും മൂടൽമഞ്ഞും വിമാന സർവീസുകളെയും ട്രെയിൻ ഗതാഗതത്തെയും സാരമായി ബാധിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ കണക്കനുസരിച്ച് ഡൽഹിയിലേക്കുള്ള 18 ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ബീഹാർ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട മേഖലകളിലും ഇന്ന് പുലർച്ചെ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടു. അടുത്ത 5 ദിവസത്തേക്ക് ഉത്തരേന്ത്യയിൽ മൂടൽമഞ്ഞ് നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഇന്ന് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഖത്തറിലെ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം രാത്രി 8 മണിക്ക് ആരംഭിക്കും. ICC അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്നലെ നടന്ന സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ദക്ഷിണാഫ്രിക്കയിലെ ഓവൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ശ്രീലങ്ക ഉയർത്തിയ 209 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 41.2 ഓവറിൽ മറികടന്നു. ICC അണ്ടർ-19 ലോകകപ്പിന് ദക്ഷിണാഫ്രിക്കയിൽ നാളെ തുടക്കമാകും. ഇറാന്റെ അതിർത്തി പ്രദേശങ്ങളിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഇന്ന് വ്യോമാക്രമണം നടത്തി. ചൊവ്വാഴ്ച രാവിലെ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന സുന്നി തീവ്രവാദി സംഘടനയായ ജെയ്ഷ് അൽ ആദലിനെതിരെ ഇറാൻ വൻ വ്യോമാക്രമണം നടത്തിയതിന് മറുപടിയായാണ് പാകിസ്ഥാന്റെ നടപടി. പ്രകോപനമില്ലാതെ വ്യോമാതിർത്തി ലംഘിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ ഇറാന് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപിന്നാലെയായിരുന്നു ആക്രമണം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 63 പോയിന്റ് താഴ്ന്ന് 71,436-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 33 പോയിന്റ് കുറഞ്ഞ് 21,538-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 5,740 രൂപയും പവന് 240 രൂപ താഴ്ന്ന് 45,920 രൂപയുമാണ് ഇന്നത്തെ വില. സനാതൻ ഖാദി വസ്ത്ര എന്ന പേരിൽ പുതിയ ഖാദി ഉൽപ്പന്നവുമായി ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ 20% കിഴിവോടെയാണ് പുതിയ ഉൽപ്പന്നം വിപണിയിൽ എത്തുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ സ്ഥിതി ചെയ്യുന്ന ഖാദി സെന്റർ ഓഫ് എക്സലൻസിലാണ് സനാതൻ വസ്ത്രങ്ങളുടെ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നു. കേരളത്തിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് മികച്ച പ്രതികരണം. കോഴിക്കോട് നടക്കുന്ന യാത്രയിൽ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനം നാളെ ചെന്നൈയിൽ നിർവഹിക്കും. രാജ്യത്തെ വ്യോമയാന മേഖല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതായും ലോകത്തെ 5ാമത്തെ വലിയ സിവിൽ വ്യോമയാന വിപണിയായി ഇന്ത്യ മാറിയതായും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.